നമുക്ക് ഈ ഫ്ലവർ ചെയ്യുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ കളർ എടുക്കുക. ചാർട്ട് പേപ്പർ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ കളർ ചാർട്ട് പേപ്പറാണ്. പിന്നെ ലീഫിൻ്റെ കളർ പച്ച ചാർട്ട് പേപ്പർ, പിന്നെ പശ, പിന്നെ കത്രികയും വേണം. ഈ യെല്ലോ ചാർട്ട് പേപ്പറിൽ നിന്ന് 3 സമചതുരം മുറിച്ചെടുക്കുക. വലിയ പൂവാണ് വേണ്ടതെങ്കിൽ വലിയ സമചതുരവും, ചെറിയ പൂവാണ് വേണ്ടതെങ്കിൽ ചെറിയ സമചതുരവും മുറിച്ചെടുക്കുക. ഇനി അതിൽ നിന്ന് ഒരു സമചതുരം എടുത്ത് അതിനെ ത്രികോണാകൃതിയിൽ 2ആയി മടക്കി അതിനെ വീണ്ടും പകുതിയായി മടക്കുക. മടക്കി സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനെ 3ആയി ഡിവൈഡ് ചെയ്ത് മടക്കുക. മടക്കുമ്പോൾ അതിൻ്റെ 2 സൈഡും ഈക്വലായിട്ട് മടക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിനെ വീണ്ടും 2ആയി മടക്കുക. ഇനി ഇതിൽ ഹാഫ് റൗണ്ട് ഷേപ്പ് മുറിക്കുക. അതായത് ഒരു പെറ്റലിൻ്റെ പകുതി ഭാഗം മുറിക്കുക. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ 6 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ കിട്ടും. ഇനി ഇതുപോലെ ബാക്കി 2 സമചതുരവും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 ഫ്ലവറുകളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ഫ്ലവറിനെ എടുത്ത് അതിൽ നിന്നും ഒരു പെറ്റലിനെ മുറിച്ച് മാറ്റുക. ഇനി രണ്ടാമത്തെ ഫ്ലവറിൽ നിന്ന് 2 പെറ്റലിനെ മുറിച്ച് മാറ്റുക. അടുത്തതായി മൂന്നാമത്തെ ഫ്ലവറിൽ നിന്ന് 3 പെറ്റൽസിനെ മുറിച്ച് മാറ്റുക. മുറിച്ച് മാറ്റിയ എല്ലാ പെറ്റൽസും നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ 2 മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഒഴികെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5 പീസസുകളുണ്ട്. 1, 2, 3, 4, 5. ഇപ്പോൾ നമുക്കിതിനെ ഒട്ടിക്കുവാനുള്ള സമയമാണ്. അതിനായി മുറിച്ച് മാറ്റിയതിൻ്റെ ഒരു വശത്ത് പശ തേക്കുകയും മറ്റേ ഭാഗം അതിന് മുകളിൽ വെച്ച് ഒട്ടിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമുക്ക് 3D എഫക്റ്റുള്ള ഒരു ഫ്ലവർ ലഭിക്കും. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പെറ്റൽസും ഒട്ടിച്ചെടുക്കാം. പശ തേക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം പശ തേക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒട്ടുവാൻ താമസമുണ്ടാവുകയും ചെയ്യും, ഫിനിഷിങ്ങും ഉണ്ടാവില്ല. ഇനി ഒട്ടിച്ച എല്ലാ പെറ്റൽസിനെയും നമുക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം. അതിനായി ആദ്യം 5 ഇതളുള്ള ഫ്ലവർ എടുത്ത് അതിൻ്റെ നടുവിൽ കൈവച്ച് ഇതുപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ആവശ്യത്തിന് പശ തേച്ച് 4 ഇതൾ പെറ്റൽസ് ഉള്ള ഫ്ലവർ വെക്കുക. അടുത്ത ഫ്ലവർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വെച്ച ഫ്ലവറിൻ്റെ 2 പെറ്റൽസിൻ്റെ നടുവിലായിരിക്കണം അടുത്ത ഫ്ലവറിൻ്റെ പെറ്റൽ അറേഞ്ച് ചെയ്യാൻ. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കാം. ഇനിയൊരു പേനയുടെ റീഫിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുത്ത് എല്ലാ പെറ്റൽസിൻ്റെയും അരികു ഭാഗം ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ലീഫ് ഉണ്ടാക്കാം. ഇലയുണ്ടാക്കുവാൻ വേണ്ടി പച്ച കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് ഒരു ചതുരത്തിനെ മുറിച്ച് അതിനെ നീളത്തിൽ 2ആയി മടക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഇലയുടെ പകുതി ഭാഗം മുറിക്കുക. അതിനുശേഷം ഇതിൻ്റെ അരിക് സിക്സാക് മോഡലിൽ വെട്ടുക. ഇനി ഈ ഇലയ്ക്ക് വെയിൻ വരുത്തുന്നതിന് വേണ്ടി സിക്സാക് മോഡലിൽ ഇതുപോലെ മടക്കുക. ഇപ്പോൾ ഇതിനെ നമ്മൾ നിവർത്തുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു ഇല ലഭിക്കും. ഇനി നമുക്ക് ഈ ഇലകളെ നമ്മുടെ ഫ്ലവറിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മനോഹരമായ ഫ്ലവർ റെഡിയായി.